Welcome to part 2 video of Henry Fayol 14 Principles of Management. Henry Fayol's 14 Principles of Management part 2 video part 1 video we already discussed 8 principles of management. Next we are going to discussing rest of the 14 principles of management. ബാക്കി 8 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു പാർട്ട് 1-ൽ. ഇനി 9 മുതലുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 9th principles of Fayol, scalar chain. This is the chain of superior from the highest to lowest ranks. The order of this chain should be maintained when some instructions are to be passed on or enquiries are to be made. It suggests that each communication going up or coming down must flow through each positions in the line of authority. This means it may be defined. Scalar chain is defined as a chain of superiors ranging from the ultimate authority to the lowest ranks. In simple words, it is a broken chain of superior to subordinate for the purpose of communications. Here, authority and responsibility should follow through its chain from the highest executive to the lowest. Orders or instructions issued at a higher levels should follow through intermediate managers before reaching at bottom levels. Scalar chain principle പറയുന്നത് ഇത് ചെയിൻ ഓഫ് സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ള ചെയിനാണ്. അത് സുപ്പീരിയർ ടോപ്പ് ലെവലിൽ ഉള്ള ആളുകൾ, മാനേജിങ് ഡയറക്ടർ, മാനേജർ, അതിന് താഴെയുള്ള മിഡിൽ ലെവൽ മാനേജേഴ്സ്, അതിന് താഴെ ലോവർ ലെവൽ മാനേജേഴ്സ്, പിന്നെ സൂപ്പർവൈസർ, വർക്കർ, ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് കമാൻഡിന് അല്ലെങ്കിൽ ചെയിനെയാണ് സ്കാളാർ ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഡിസ്കസ് ചെയ്തതാണ്. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി ഷുഡ് ഫോളോ ചെയ്യുന്നത് ത്രൂ ദിസ് ചെയിൻ ഫ്രം ദ ഹയസ്റ്റ് എക്സിക്യൂട്ടീവ് ടു ദ ലോവസ്റ്റ്. മുകളിൽ നിന്ന് താഴേക്ക് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓർഡർ ഇൻസ്ട്രക്ഷൻസും issued at higher level should follow through intermediate manager before reaching at the bottom levels. അപ്പോൾ ഓർഡർ മുകളിൽ നിന്ന് ടോപ്പ് ലെവലിൽ നിന്ന് താഴെ ലെവലിലേക്കും വരുന്നു എന്നുള്ളതാണ് സ്കാളാർ ചെയിൻ. സ്കാളാർ ചെയിൻ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയിനാണ്, സുപ്പീരിയർ സബോർഡിനേറ്റും തമ്മിലുള്ള ചെയിനാണ്. നമ്മൾ കോളേജിൽ എടുത്ത് നോക്കുമ്പോൾ പ്രിൻസിപ്പാള്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിന് കീഴെ സ്റ്റാഫ്, പിന്നെ താഴെ കുട്ടികൾ, സ്റ്റുഡൻസ്. അപ്പോൾ ഓർഡർ പ്രിൻസിപ്പാളെ കയ്യിൽ നിന്ന് എത്തുകയും അത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ കൊളീഗ്സ്, താഴെയുള്ള സബോർഡിനേറ്റിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നു. ഈ താഴെയുള്ള ക്ലാസ് ടീച്ചേഴ്സ് സ്റ്റുഡൻസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ചെയ്തു. അതാണ് ഇങ്ങനെ ഒരു ചെയിനാണ് സ്കാളാർ ചെയിൻ. ഇപ്പോൾ മാനേജ്മെൻറ്റിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, പിന്നെ ഓപ്പറേഷൻ ലെവൽ അല്ലെങ്കിൽ താഴെയുള്ള വർക്കേഴ്സിന്, ഇങ്ങനെയാണ് ഒരു ചെയിനെയാണ് സ്കാളാർ ചെയിൻ എന്ന് പറയുന്നത്. As to order, this is the principles relating to the arrangement of things and people. In a material order, there should be place for everything and everything should be in its place. In a social order, there should be right man in the right place. The placement of man and material should be properly made. Proper space should be made available where materials can be kept safely. Each man should be provided the work for which he is the best suited. It simply means order is arrangement of things is called material orders. Arrangement of things, ഓരോ തിങ്സുകളും പ്രോപ്പർലി അറേഞ്ച് ചെയ്തതാണ് ഓർഡർ എന്ന് പറയുന്നത്. ദർ ഷുഡ് ബി പ്ലേസ് ഫോർ എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. ഓരോ പ്ലേസിലും ഓരോ സൂട്ടബിൾ ആയിട്ടുള്ള
മെറ്റീരിയൽസ്, സ്റ്റാഫ് ഇവരെ പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇത്. ദാറ്റ് മീൻസ് ദർ ഷുഡ് ബി പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. There should be place for everyone and everyone in his place. Right man should be appointed in the right job. Right man ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്കറെ സൂട്ടബിൾ പ്ലേസിൽ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് റൈറ്റ് മാൻ ഷുഡ് ബി അപ്പോയിൻറ്റഡ് ഇൻ ദ റൈറ്റ് ജോബ്. അക്കോർഡിംഗ് ടു Fayol orders, system alone can create sound organization and efficient management. There should be an order. ഓരോ ഓർഡർ വേണം. മെറ്റീരിയൽസ് ഓർഡറിൽ വെക്കുക. അതുപോലെ ഓരോ വർക്കേഴ്സിനും എവിടെയാണ് സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യുക, പൊസിഷൻ ചെയ്യുക, അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ഓർഡർ ദർ ഇസ് എൻ ഓർഡർ വേണം എന്നുള്ളതാണ്. During working hours, each employee should occupy his or her respective positions or seat. But there should be an order in an organization. As equity, these principles require the manager to be kind and just so that loyalty can be won from the subordinate. Equity is a combination of justice and kindness. The application of equity requires good sense, experience, good nature for soliciting loyalty and devotion from subordinates. The equities is resulting from kindness and justice. A manager should not discriminate any employees in an organization. Give equal chance to all employees in an organization. It is ensure the justice and kindness in an organization. That's an equity. Everybody should be treated as an equal, especially when they are occupying similar positions. That's an equity. എല്ലാവരും ഒരേ കണ്ണിലോട് കാണുക. ഒരു ഡിസ്ക്രിമിനേഷനും എംപ്ലോയീസിനോട് കാണിക്കരുത്. ഈക്വൽ മാനറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. കൈൻഡ്നെസ്സും ജസ്റ്റിസും ഈക്വലായി നിലനിർത്തുക എന്നുള്ളതാണ് ഓർഗനൈസേഷനിൽ. അതാണ് ഇക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. They should not neglect or discriminate employees on the basis of caste, religion, sex, etc. In short, equity is essential for creating a smooth atmosphere for motivating the employees in order to achieve organizational goals. Stability of tenure. Employees should be selected on the principles of stability of employment. They should be given necessary training so that they become perfect. There should not be frequent termination of an employee. Stability of tenure is essential to get an employee accustomed to new work and succeeding in doing it well. ഒരു സ്റ്റെബിലിറ്റി വേണം എംപ്ലോയീസിനെ എപ്പോഴും ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്കോ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ് സ്റ്റെബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സ്റ്റേബിൾ ആയിരിക്കണം. സ്റ്റെബിലിറ്റി മീൻസ് നോട്ട് ഫ്രീക്വൻ്റ്ലി ചേഞ്ചിങ് ഇൻ ദ പൊസിഷൻസ് held by employees in an organization. The frequently changes in the position lead to wastage of time since it will take time to learn the new job. Fayol said that the time is required for employee to succeed in his new works assuming he possesses these requisite qualities. But stabilities of a worker means വർക്കേഴ്സിനെ അവരുടെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു സ്റ്റേബിൾ ആയിരിക്കണം. ഒരു വർക്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ പുതിയതായി ഷിഫ്റ്റ് ചെയ്യപ്പെട്ട വർക്ക് പഠിക്കാൻ ഒരുപാട് സമയം വർക്ക് എടുക്കുന്നുണ്ട്. അതൊരു ടൈം വേസ്റ്റേജ് ആണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്. അപ്പോൾ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യണം എന്നുള്ളതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ എന്ന പ്രിൻസിപ്പിൾ പറയുന്നത്. Next, initiative. Within the limit of authority and discipline, manager would encourage their employees for taking initiative. Initiative is concerned with thinking out and
execution of a plan. Initiative creates zeal and energy on the part of a human beings. In principle, every employees should be given adequate freedom to thinking and executing their അവരുടെ അഭിപ്രായങ്ങളും അവരുടെ തീരുമാനങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം മാനേജർ എംപ്ലോയീസിന് കൊടുക്കണം എന്നുള്ളതാണ് ഇനീഷ്യേറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. In simple words, initiative means to do something without waiting for order from superiors. superiors നിന്ന് ഓർഡർ വെയിറ്റ് ചെയ്യുന്നത് കുറയ്ക്കുക. അവർക്ക് ഫ്രീഡം, അവർക്ക് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കണം. അവരുടെ ഡിസിഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യാനും അവരുടെ തിങ്കിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അവരുടെ ഫ്രീഡം മാനേജർ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഈ ഇനിഷ്യേറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. XPTD COPS. Last principles. These principles of union is strength and extension of unity of command. For establishing teamwork, managers should influence the spirit of teamwork in their subordinates. Union is a strength. That's a XPTD COPS. The success and efficiency of an organization depends on the team spirit. The entire organizations should be treated as a one unit. The union is a strength. അതാണ് എക്സ്പീരിയൻസ് ക്രോപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് 14 principles of a management. Already told you, Fayol has divided his approach of steady management into 3 parts. Managerial quality and trainings already discussed. Next, the general principles of management. Third, elements of management. Management principles is a fundamental truth and established causes effect relationship. Management element denotes the functions performed by a manager. But management denotes the functions performed by the manager in an organization. Fayol classified the elements of management into 5 and classified all such elements as a functions of a management. According to him, the important functions of management are planning, organizing, commanding, coordinating, and controlling. Next, we covered the scientific of management theories, F.W. Taylor, administrative principles, Henry Fayol's, as a bureaucracy, Max Weber's bureaucracy on ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് തിയറീസ് ഓഫ് മാനേജ്മെൻറ്റിൽ നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറീസ് കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫയോൾസിൻ്റെ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ബ്യൂറോക്രസി, മാക്സ് വെബറുടെ ബ്യൂറോക്രസി നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം, എന്താണെന്നുള്ള അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Max Weber has introduced the concept of bureaucracies. The bureaucracy എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് മാക്സ് വെബർ ആണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ the features എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ. വർക്ക് ഈസ് ഡിവൈഡഡ് അക്കോർഡിംഗ് into the abilities and hence leads to specializations. If a person does the same type of work again, he automatically again specialized in that work and it takes less time to complete the task. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് വർക്ക് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുക, വർക്കേഴ്സിൻ്റെ എബിലിറ്റി കഴിവിനനുസരിച്ച് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അത് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവുകയും ദ സെയിം ടൈപ്പ് ഓഫ് വർക്കാണ് അഗെയിൻ ചെയ്യുന്ന ഒരു വർക്കാണ് ഓട്ടോമാറ്റിക്കലി ഗെയിൻ സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് വർക്ക് ആൻഡ് ടൈമും കോസ്റ്റും വേസ്റ്റേജും എല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഡിവിഷൻ ഓഫ് ലേബറിൽ ബ്യൂറോക്രസിയിൽ മാക്സ് വെബറിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്. ടെക്നിക്കൽ കോമ്പിറ്റൻസി. Selection of employees is based on technical competency. Only those candidates should be selected who are technically sound for the job. Thus, selection should be fair and unbiased. But technical ആയിട്ടുള്ള കോമ്പിറ്റൻസ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ടെക്നിക്കൽ കോമ്പിറ്റൻസിയിൽ ഇദ്ദേഹം പറയുന്നത്.
Next, a hierarchy of authorities. A well-defined hierarchy is maintained. Each employee is aware about who is here boss is and from who she is supposed to take order and who to report. The authority of hierarchy of authority. ഹയറാർക്കിയിൽ എംപ്ലോയീസിന് ആരാണോ സൂപ്പർവൈസർ, ആരുടെ കയ്യിൽ നിന്നാണ് ഓർഡർ സ്വീകരിക്കേണ്ടത്, ആരുടെ ഓർഡറാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഹയറാർക്കി ഓഫ് അതോറിറ്റിയിൽ പറയുന്നത്. ഹു ഈസ് എ ബോസ് ആൻഡ് ഷീ ഓർ ഹീ സപ്പോസ് ടു ടേക്ക് ഓർഡർ ആൻഡ് ഹൂ ടു റിപ്പോർട്ട്. ആർക്ക് റിപ്പോർട്ട് ചെയ്യണം, ആര് ഓർഡർ സ്വീകരിക്കണം, ആരാണ് ബോസ് എന്നുള്ളത് ഹയറാർക്കി പറഞ്ഞിരിക്കുക. ഹയറാർക്കി ഓഫ് അതോറിറ്റി എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. Record keeping. All records are kept in a writing forms. Keeping record in a written form helps in keeping track of all activities. ഇവിടെ റെക്കോർഡ് കീപ്പിംഗ് ആണ് കുറിച്ചാണ്. എല്ലാ റെക്കോർഡും കീപ്പ് ചെയ്യണം റിട്ടേൺ ഫോമിൽ. എംപ്ലോയീസ് എല്ലാ റെക്കോർഡ്സും കീപ്പ് ചെയ്യണം, ഓർഗനൈസേഷനിൽ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് റെക്കോർഡ് കീപ്പിംഗ് എന്നത് പറയുന്നത്. The rules and regulations. Organization work according to preset rules. Every organization should define rules and regulations for better productivity. Adhering to those should be compulsory. ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് പ്രീ സെറ്റ് ഓഫ് റൂൾസ് ആണ്. സെറ്റ് ഓഫ് റൂൾസും റെഗുലേഷൻസും ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എവറി എംപ്ലോയി ഷുഡ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ റൂൾസും റെഗുലേഷനും എവറി എംപ്ലോയീസും ഫോളോ ചെയ്യണം, അതനുസരിക്കണം എന്നുള്ളതാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പ്രിൻസിപ്പിൾസിൽ ഫീച്ചേഴ്സിൽ അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഫീച്ചേഴ്സ് impersonal conduct. No informal or blood relations are promoted. Nepotisms and brotherhood is strongly avoided to ensure only the right talent gets selected and hence the productivity is also increased. ഇവിടെ നെപ്പോട്ടിസം എന്ന് പറയുന്നത് നെപ്റ്റിസം മീൻസ് ബന്ധുജന പക്ഷപാതം, അല്ലെങ്കിൽ സ്വന്തക്കാർക്ക് ജോലി കൊടുക്കുക, അല്ലെങ്കിൽ ബ്രദർഹുഡ് അവർക്ക് മാത്രം ജോലി കൊടുക്കുക എന്ന്, അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻസ്, അല്ലെങ്കിൽ നോ ഇൻഫോർമലായിട്ടുള്ള ബ്ലഡ് റിലേഷൻസ് ബ്രദേഴ്സിന് അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊക്കെ ജോലി കൊടുക്കുക എന്നുള്ളതൊക്കെ ഒഴിവാക്കുക. കാരണം എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദെയർ ക്വാളിഫിക്കേഷനും ടാലൻറ്റും എബിലിറ്റിയും അനുസരിച്ചിട്ട് വേണം എംപ്ലോയീസിനെ സെലക്ട് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമാണ് അവിടെ പ്രൊഡക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുള്ളൂ, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുള്ളൂ, പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുകയുള്ളൂ, എഫിഷ്യൻസി ഉണ്ടാവുകയുള്ളൂ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പോൾ ബ്യൂറോക്രസി എന്ന് പറയുന്നത് മാക്സ് വെബർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ആദ്യത്തെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് ലേബറുടെ ഹോൾ വർക്ക് ഡിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് യൂണിറ്റ് ആൻഡ് ഇറ്റ് ഈസ് അസൈൻഡ് ടു ഈച്ച് ലേബർ അക്കോർഡിംഗ് ടു എബിലിറ്റീസ് ആൻഡ് knowledge, and it is ensure the specialization in an organization. അപ്പം സ്പെഷ്യലൈസ്ഡ് ചെയ്യുമ്പോൾ ഓരോ വർക്കിൽ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ അവിടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ടെക്നിക്കൽ കോമ്പിറ്റൻസി. ടെക്നിക്കൽ നോളജ് ഉണ്ടായിരിക്കണം എംപ്ലോയീസിന്. കോമ്പിറ്റൻസിയാണ് വേണ്ടത്. ഷുഡ് ബി സെലക്ട് ഓൺലി ടെക്നിക്കലായിട്ടുള്ള നോളജുള്ള ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്താണ് ഹയറാർക്കി ഓഫ് അതോറിറ്റി. there is a positions top level and mid level എന്ന് പറയുന്നത്. ആര് കയ്യിൽ നിന്ന് ഓർഡർ സ്വീകരിക്കുക എന്നുള്ളത് സബോർഡിനേറ്റ് അറിഞ്ഞിരിക്കണം, ആർക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സബോർഡിനേറ്റ് അറിഞ്ഞിരിക്കണം. അതാണ് ഹയറാർക്കി ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ റെക്കോർഡ് ബുക്കിംഗ് ആണ്, ബുക്കിംഗ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്താണ് പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു ഓർഗനൈസേഷൻ റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അത് എംപ്ലോയീസ് ഫോളോ ചെയ്യുക, പ്രീ ഡിറ്റർമിൻഡ് അല്ലെങ്കിൽ സെറ്റായിട്ടുള്ള റൂൾസും റെഗുലേഷൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതാണ് ഈ ഇംപേഴ്സണൽ കോണ്ടാക്റ്റ്. അതായത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ അല്ലെങ്കിൽ ആളുകളെയോ സെലക്ട് ചെയ്യരുത്. സെലക്ട് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദി നോളജും എബിലിറ്റിയും അല്ലെങ്കിൽ ടാലൻറ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് എംപ്ലോയീസിനെ ഓർഗനൈസേഷനിൽ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ്
ബ്യൂറോക്രസിയിൽ മാക്സ് വെബർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.